ഹായ് ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലെ ഫസ്റ്റ് ലോങ് വീഡിയോ ആണ് ഇത് വീട്ടിൽ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഹെൽപ്ഫുള്ളാവുന്നൊരു വീഡിയോ ആയിരിക്കും. നമ്മൾ ട്രാവലൊക്കെ ചെയ്യുമ്പോഴത്തേനും കുഞ്ഞുമാവന്മാരുടെ ഫീഡിങ് ബോട്ടിലൊക്കെ കൊണ്ടുപോകാനായിട്ടൊരു പൗച്ച് വേണം അല്ലേ. ആ പൗച്ചാണ് നമ്മളിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ക്ലോത്ത് എടുക്കുക. ഒരു ക്ലോത്ത് എടുത്തിട്ട് ഇതുപോലെ മടക്കുക. ഞാനിപ്പോൾ ഇതിന് വീതി എടുത്തേക്കുന്നത് ഒരു 6 ഇഞ്ചാണ് ഞാൻ വീതി എടുത്തേക്കുന്നത്. ഇതിൻ്റെ ലെങ്ത്തായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു 11 ഇഞ്ചാണ്. അപ്പോൾ 11 ഇഞ്ച് നീളവും 6 ഇഞ്ച് വീതിയുള്ളൊരു തുണിയാണ് ഞാനിത് എടുത്തേക്കുന്നത്. ആ തുണി നമ്മൾ ഇതുപോലെ നിവർത്തിയെടുക്കുക. എന്നിട്ട് അതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഈ സൈഡ് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ എൻ്റെ കയ്യിലുള്ള ഏതോ ഒരു നൂല് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തേക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഏത് തുണിയാണ് എടുക്കുന്നത് ആ തുണിയുടെ കളറിൻ്റെ തന്നെ നൂലെടുക്കാൻ ശ്രമിക്കുക. അതായിരിക്കും കുറച്ചിട്ട് ഭംഗി കേട്ടോ. ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതിനെ നമ്മളിങ്ങനെ രണ്ടായിട്ട് മടക്കിയെടുക്കുക. രണ്ടായിട്ട് മടക്കിയതിന് ശേഷം 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഈ രണ്ട് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ കോർണർ പോർഷനില്ലേ അവിടെ നമ്മൾ ഇതുപോലെ ഒരു ട്രയാങ്കിൾ ഷേപ്പ്, ഇങ്ങനെ ട്രയാങ്കിൾ പോലെ നമ്മളിങ്ങനെ പിടിക്കുക. അങ്ങനെ നമ്മൾ പിടിച്ചതിന് ശേഷം ഇവിടെ ഒരു 1 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്താം. 1 ഇഞ്ച് അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ നിന്ന് നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുത്തിട്ട് അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ ചെയ്യുക. അപ്പോൾ രണ്ട് സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് ബാക്കി എക്സസ് ആയിട്ട് കിടക്കുന്ന ഈ ക്ലോത്തില്ലേ അത് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റണം. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. എന്നിട്ട് നമ്മളിതിനെ തിരിച്ച് നല്ല വശം പുറത്തേക്ക് എടുക്കുക. ഇതുപോലെ ഇങ്ങനെ എടുക്കുക. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിനി ഇതിനൊരു ത്രെഡ് കൂടി വെച്ച് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ സൈഡിലായിട്ടൊരു ചെറിയൊരു കട്ട് കൊടുക്കുക. നമ്മുടെ ത്രെഡ് കടത്തി വിടാൻ വേണ്ടിയിട്ടുള്ളൊരു ചെറിയൊരു ഹോള് ഇടുക. നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒരു ഹോൾ ഇട്ട് കൊടുക്കുക. ഇതുപോലെ തന്നെ ഈ സൈഡിലും രണ്ട് സൈഡിലും നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഈ സൈഡിലും ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഹോൾ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഹോൾ ഇട്ടതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു ത്രെഡ് എടുക്കാം. ത്രെഡ് എടുത്തിട്ട് അത് ഈ ഹോളിലൂടെ നമ്മളിങ്ങനെ കടത്തിയിടാം. ഇതുപോലെ ഇങ്ങനെ കടത്തിയെടുക്കാം. ഇനി വേറൊരു ത്രെഡ് എടുത്തിട്ട് ഇതുപോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ആ സൈഡല്ലാതെ ഓപ്പോസിറ്റ് സൈഡില്ലേ, ഓപ്പോസിറ്റ് സൈഡിൽ കൂടി നമ്മൾ ഈ രണ്ടാമത്തെ ത്രെഡ് ഒന്ന് കടത്തി വിടുക. മനസ്സിലായോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ചെയ്ത സൈഡല്ലാതെ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലൂടെ വേണം രണ്ടാമത്തെ ത്രെഡ് നമ്മൾ എടുക്കാനായിട്ട്. എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാകുന്നത്. കഴിഞ്ഞു. നമ്മുടെ ഫീഡിങ് ബോട്ടിൽ വയ്ക്കുന്ന പൗച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്. നമുക്കിതിനെ വീട്ടിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇത് വാങ്ങുവാണെങ്കിൽ ഒത്തിരി പൈസയാവും. നമ്മുടെ വീട്ടിൽ എന്തായാലും ഒരു പഴയ ക്ലോത്ത് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമല്ലോ, അത് വെച്ച് നമുക്ക് സിമ്പിളായിട്ട് തയ്ച്ചെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുവാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.